ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരൊറ്റ ജനതയായിരുന്നുവോ നമ്മൾ? ആയിരുന്നില്ല. 2019 ഓഗസ്റ്റ് വരെയും അങ്ങനെ ആയിരുന്നില്ല. ആർട്ടിക്കിൾ 370 ഒരു ഹിമാലയൻ തടസ്സമായി എന്നും നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആർട്ടിക്കിൾ 370 നിലനിർത്തി എന്നതാണ് കോൺഗ്രസ് പാർട്ടി കാശ്മീർ ജനതയോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. 1954 ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയുടെ ഉപദേശക പ്രകാരം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് ആർട്ടിക്കിൾ 370 കൂടെ തന്നെ ആർട്ടിക്കിൾ 35A ചേർക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയമാണ് കാശ്മീരിനെ തിരിച്ച് ലോകത്തിന്റെ പറുദീസ എന്ന നിലയിലേക്ക് മടക്കിക്കൊണ്ടുവന്നതും. കാശ്മീരിന്റെ പ്രത്യേക പദവിയും അവകാശങ്ങളും റദ്ദാക്കിക്കൊണ്ട് 2019 ഓഗസ്റ്റ് 5 കേന്ദ്രം കൈക്കൊണ്ട തീരുമാനമാണ് അവരുടെ ഭരണത്തിലെ ഏറ്റവും മികച്ച സംഭാവനയെന്ന് കുറഞ്ഞ വർഷം കൊണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ ചരിത്രമെഴുതി ജമ്മു കാശ്മീർ അടയാളപ്പെടുത്തുന്നു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് വീണ്ടും പാക് മതഭ്രാന്തന്മാർ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി അവരുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. അതാണ് ശ്രദ്ധ നേടുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പഹൽഗാം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലേറ്റ വളരെ വലിയൊരു മുറിവാണെങ്കിൽ കൂടി അത് മാറിയ ഭാരതത്തിന്റെ ഒരു നേർചിത്രം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. കാശ്മീരി ജനത അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ വരെ മനസ്സിൽ കരുതിയിരുന്ന ഒരു ചിത്രമല്ല അവരെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട് ഒക്കെയും തന്നെ 100% ഭാരതീയരായിരിക്കുന്നു. അവർക്ക് ഇന്ത്യ എന്ന അവരുടെ സ്വന്തം സ്വത്വത്തോടുള്ള ആ ഒരു കൂറ് തെളിയിക്കാൻ നോവുറ്റുന്ന ഒരു സംഭവം ഉണ്ടായി എന്നത് സങ്കടകരം. എങ്കിലും ആ ജനത ഒന്നാകെ മതം തീനി തീവ്രവാദികളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഇനിയും മതം കൊണ്ടുള്ള വേലി കെട്ടി ഞങ്ങളെ ദേശീയതയിൽ നിന്നും അകറ്റി നിർത്തുവാൻ നിനക്കൊന്നും കഴിയില്ല എന്ന്. അതുമാത്രം മതി ഭാരതം എന്നത് എന്താണ് എന്ന് പാകിസ്ഥാൻ പരീക്ഷകൾക്ക് തിരിച്ചറിയാൻ. കന്യാകുമാരി കടൽ തിലമാലകൾ മണ്ണിൽ കുറിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാരതം എന്നാണ്. അതിൽ നമ്മൾ എല്ലാവരും എന്നതാണ്. കാശ്മീരിൻ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പരത്തുന്നത് എന്താണ്? നമ്മുടെ ഭാരതം എന്നാണ്. അതിൽ നമ്മൾ എല്ലാവരും എന്നാണ്. കേൾക്കുമ്പോൾ നെഞ്ചിൽ മഞ്ഞു പെയ്യുന്ന വരികൾ തന്നെയാണിത്. പക്ഷേ വരികൾക്കപ്പുറം നിന്ന് ചിന്തിക്കുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ ഒന്നായിരുന്നുവോ? ഇന്നലകളിൽ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരൊറ്റ ജനതയായിരുന്നുവോ നമ്മൾ? ആയിരുന്നില്ല. 2019 ഓഗസ്റ്റ് വരെയും അങ്ങനെ ആയിരുന്നില്ല. ആർട്ടിക്കിൾ 370 ഒരു ഹിമാലയൻ തടസ്സമായി എന്നും നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആർട്ടിക്കിൾ 370 നിലനിർത്തി എന്നതാണ് കോൺഗ്രസ് പാർട്ടി കാശ്മീർ ജനതയോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ഒരൊറ്റ ഇന്ത്യ എന്ന ആശയം പേറുന്ന ഒരു രാജ്യത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി വേറിട്ട നിർവചനം, വേറിട്ട പരിഗണന. കാശ്മീരിൽ മുൻപ് മറ്റ് സംസ്ഥാനക്കാർക്ക് ഒരു തുണ്ട് ഭൂമി മേടിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് അവകാശമില്ലായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ കീഴിൽ കോൺഗ്രസ് ചെയ്ത വലിയൊരു പാതകം തന്നെയായിരുന്നു. അശാന്തിയുടെ വെടിയൊച്ചകൾ പുകഞ്ഞു നിന്ന നാളുകളിൽ കാശ്മീരിൽ മാത്രം മരിച്ചത് 2 ലക്ഷം ഇന്ത്യക്കാരാണ്. അതിൽ നമ്മുടെ പട്ടാളം, സൈന്യം, പാർലമെന്ററി ഫോഴ്സ്, സംസ്ഥാന പോലീസ്, അങ്ങനെ എത്രയോ വീരപുത്രർ ഈ കാശ്മീർ മണ്ണിൽ സമാധാനത്തിനു വേണ്ടി തങ്ങളുടെ ജീവൻ ബലി കൊടുത്തു. ഇന്ത്യയുടെ ഏകത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആർട്ടിക്കിൾ 35A. ജമ്മു കാശ്മീരിലെ സ്ഥിരം താമസക്കാർക്ക്, അതായത് പെർമനന്റ് റെസിഡൻസ്, പ്രത്യേക അവകാശങ്ങൾ പതിച്ചു നൽകിയതായിരുന്നു ആർട്ടിക്കിൾ 35A. 1954 ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയുടെ ഉപദേശക പ്രകാരം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് ആർട്ടിക്കിൾ 370 കൂടെ തന്നെ ആർട്ടിക്കിൾ 35A ചേർക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭൂമി സ്വന്തമാക്കാൻ കാശ്മീരിലെ പെർമനന്റ് റെസിഡൻസിന് മാത്രമേ സാധിക്കൂ എന്നത് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ വകുപ്പ്. മറ്റുള്ളവർക്ക് ജമ്മു കാശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനോ സർക്കാർ സ്കോളർഷിപ്പുകൾ നേടാനോ ഇത് വിലക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങാനോ അവിടെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതിയില്ലാത്തത് മൗലിക അവകാശങ്ങളുടെ ലംഘനമായിരുന്നു. ഒരു കാശ്മീരി സ്ത്രീ കാശ്മീരിന് പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ അവർക്ക് കാശ്മീരിലെ ഭൂമിയിലുള്ള അവകാശം ഇല്ലാതാകും. സുനന്ദ പുഷ്കർ കേസിലും ഇത് ഏറെ ചർച്ചയായിരുന്നു. സ്വന്തം ഭരണഘടനയും സ്വന്തം പതാകയും ഇന്ത്യൻ അതിർത്തിക്കകത്തുള്ള ഏക സംസ്ഥാനമായി ജമ്മു കാശ്മീർ 2019 വരെ നിലനിന്നത് സമത്വസുന്ദര ഭാരതത്തിലെ ഏകത്വം എന്ന ആശയത്തെ വെല്ലുവിളിച്ചു തന്നെയായിരുന്നു. 370 വകുപ്പ് റദ്ദാക്കുന്നതിനൊപ്പം തന്നെ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും കേന്ദ്രഭരണ പ്രദേശമായി മാറ്റുകയും ചെയ്തിരുന്നു.
ഏറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചെങ്കിൽ പോലും പലരും കരുതിയതുപോലുള്ള കലാപങ്ങൾക്ക് അത് കാരണമാകാതിരുന്നത് കേന്ദ്രം കൈക്കൊണ്ട ദൃഢവും നയതന്ത്രജ്ഞവുമായുള്ള സമീപനത്തെ തുടർന്നുകൊണ്ടാണ് എന്നത് പറയാതെ വയ്യ. രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറമായിരിക്കണം ദേശീയത എന്ന വികാരം. ആ വികാരത്തിന് വിചാരത്തെക്കാൾ നിലവിൽ പ്രസക്തിയുള്ളതാണ്. കാശ്മീർ വിഷയത്തിൽ ഞാൻ എന്നും കേന്ദ്രം കൈക്കൊണ്ട തീരുമാനത്തിനൊപ്പമായിരുന്നു. ഇന്നും അതെ. ഇനിയിപ്പോൾ കാശ്മീർ ജനത ഉറക്കെ പറയുന്നുണ്ട് അവരുടെ ആ തീരുമാനത്തിന് വില കൽപ്പിച്ചിരുന്നുവെന്ന്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയമാണ് കാശ്മീരിനെ തിരിച്ച് ലോകത്തിലെ പർദീസ എന്ന നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവിയും അവകാശങ്ങളും റദ്ദാക്കിക്കൊണ്ട് 2019 ഓഗസ്റ്റ് 5 കേന്ദ്രം കൈക്കൊണ്ട തീരുമാനമാണ് അവരുടെ ഭരണത്തിലെ ഏറ്റവും മികച്ച സംഭാവനയെന്ന് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ ചരിത്രമെഴുതി ജമ്മു കാശ്മീർ അടയാളപ്പെടുത്തുന്നു. പ്രകൃതി ആവോളം സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച ഒരു ജനത ഇത്രയും നാളും പട്ടിണിയും പരിവട്ടവും ഭീതിയും ഭയവും മാത്രമായി കഴിഞ്ഞിരുന്ന വെറുതിയുടെ ദിനങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷയുടെ പുത്തൻ ജീവിതം തുന്നിത്തുടങ്ങിയത് അവിടെ ടൂറിസം സജീവമായതോടെയാണ്. കാശ്മീരി ജനത സമാധാനം എന്താണെന്നറിയാതെ ജീവിച്ചു മരിച്ച നാളുകളിൽ നിന്ന് അവർ പുതുജീവിതം തുന്നിത്തുടങ്ങിയത് ഈ അടുത്ത കാലം മുതൽക്കാണ്. ഇനിയും ഒരു നരക ജീവിതം അവർ ആഗ്രഹിക്കുന്നില്ല. ഈ മനോഹര ഭൂമിയിൽ അടുത്ത തലമുറയെങ്കിലും വെറുതെ മതം തീനികൾ ആവാതെ ഇന്ത്യയായി ജീവിച്ചു മരിക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇനിയും ഒരു തീവ്രവാദി ആക്രമണം തങ്ങളുടെ പേരിൽ വേണ്ട എന്നവർ ലോകത്തോട് ഉറക്കെ പറയുന്നത്. അതിന്റെ പ്രതീകമായിട്ടാണ് പാകിസ്ഥാൻ പതാക തെരുവിലിട്ട് കത്തിക്കുന്നത്. തീവ്രവാദികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കാശ്മീരികളെ കാണുമ്പോൾ ഹൃദയം തുടിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഈ വരികൾ യാഥാർത്ഥ്യമാകുന്നുണ്ട്. കാശ്മീരിൻ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പരത്തുന്നത് എന്താണ്? നമ്മുടെ ഭാരതം എന്നാണ്, അതിൽ നമ്മൾ എല്ലാവരും എന്നതാണ്. ഹൃദയം വിങ്ങുന്ന നോവുറ്റുന്ന ഒരു ചിത്രമായി പഹൽഗാം നിൽക്കുമ്പോഴും ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നത് യാഥാർത്ഥ്യമാവുന്നത് കാണുമ്പോൾ നോവിനും കണ്ണീരിനും ഇടയിലും ദേശീയതയുടെ തിളക്കമുള്ളിൽ നിറയുന്നുണ്ട്. ഇനിയൊരു പഹൽഗാം ആവർത്തിക്കാതിരിക്കാൻ പാകിസ്ഥാൻ എന്ന ചതിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവരുത്. ഇങ്ങനെയായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.